അസ്സലാമു അലൈക്കും. എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകാനും സഹായമുണ്ടാകാനും നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായി ആ കാര്യം വളരെ പെട്ടെന്ന് നടക്കുവാനും ഈ ചെറിയ കാര്യം മാത്രം മതി. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യവും പിന്നിലേക്ക് വരില്ലെന്ന്. അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യവും പരാജയപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മിയും തവക്കൽതു അലാ എന്നുകൊണ്ട് തുടങ്ങുക. ഇത് ചൊല്ലുന്നതിനെ കൂടെ നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഈ ഇസ്മ കൂടെ ചൊല്ലിയാൽ തുടങ്ങുന്ന ഒരു കാര്യവും പരാജയപ്പെടില്ല, പിന്നോട്ടും വരില്ല. പഠിക്കാൻ തുടങ്ങുമ്പോഴും പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴും പാചകം ചെയ്യാൻ തുടങ്ങുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അങ്ങനെ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും യാ മുബദ്ദിഉ യാ അല്ലാ എന്ന് 11 വട്ടമോ 56 വട്ടമോ ചൊല്ലിയാൽ നമ്മൾ തുടങ്ങുന്ന കാര്യം ഏറ്റവും ഭംഗിയായി നടക്കും. ആ കാര്യത്തിൽ വിജയവും സന്തോഷവും ഉണ്ടാകും. ആദ്യമായി സൃഷ്ടിച്ചവൻ, തുടങ്ങുന്നവൻ എന്നാണ് അർത്ഥം. അതുപോലെ പ്രഗ്നൻ്റ് ആയവർ ഈ ഇസ്മ അധികരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അബോർഷൻ ഉണ്ടാകില്ല, അവർക്ക് സുഖപ്രസവമായിരിക്കും. എന്ത് കാര്യവും സൃഷ്ടിക്കുന്നതും ആ കാര്യം വളരെ പെട്ടെന്ന് തരുന്നതും അത് ഇനി പിന്നീട് എന്തായി തീരണമെന്നും അതിൻ്റെ അവസാനം എന്താവണമെന്നും എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എന്ത് നല്ല കാര്യവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തുടങ്ങുക. ആ കാര്യത്തിൻ്റെ ഒടുക്കവും ഏറ്റവും നല്ലതായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.